ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് സംഭവ ബഹുലമായ ദിവസമായിരുന്നു. എല്ലാവരും കണ്ടു കാണും. ഷാനവാസും നെവിനും തമ്മിലുള്ള വിഷയം. കിച്ചണിൽ നടന്ന ഒരു വിഷയത്തിന്റെ മേളിലാണ് അവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ചെറിയൊരു വിഷയം അതിനെ വലുതായിക്കൊണ്ട് വന്നത് ആരാണ്? ഈ ഗുണ്ട ടീമുകൾ, ഈ മൂന്ന് ഗുണ്ടകൾ തന്നെയാണ് ഇത്രയും വഷളായിക്കൊണ്ട് വന്നത്. ചെറിയ ഒരു പൊടി കാണിച്ച് അവിടെ വെസൽ ക്ലീൻ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞ് അവിടെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുക തന്നെയായിരുന്നു. അവിടെ ടെലസ്കോപ്പ് വെച്ച് നോക്കിയാൽ പോലും അത് കാണാൻ പറ്റത്തില്ല എന്ന് പ്രത്യേകം അവിടെ ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവിടെ ഒന്നുമില്ല, പക്ഷേ ഇവരെ എങ്ങനെയും ട്രിഗർ ചെയ്യണമെന്ന് വിചാരിച്ച് ഈ മൂന്ന് പേരും കൂടെ ചെയ്താണ് ഇത്രയും വലിയ വിഷയത്തിലേക്ക് പോയത്. അതിൽ ഈ നെവിൻ എന്ന് പറയുന്നവൻ മാനസികമായിട്ട് എന്തോ വിഷയമുള്ള ആളാണെന്ന് ഞാൻ എൻ്റെ പഴയ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവൻ ആരെങ്കിലും തല്ലൂ എന്നുള്ള കാര്യം. അതും നടന്നു. ഇപ്പം പലരും എടുത്ത് കാണിക്കുന്നുണ്ട്, ഷാനവാസിനെ അവിടെ തല്ലിയില്ല, ഇങ്ങനെ എടുത്ത് എറിഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ എറിഞ്ഞപ്പോഴത്തേക്ക് ഷാനവാസ് അവിടെ അപ്പോഴേ അങ്ങ് വീണു എന്ന് പറയുന്നുണ്ട്. അതൊന്നുമല്ല, ആ പാലിന്റെ 1 ലിറ്ററോളം കാണും ഒരു പാല്, അതെടുത്ത് എറിഞ്ഞു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ എറിയുമ്പോൾ ഷാനവാസും, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഷാനവാസും നെവിനും തമ്മിൽ ഇത്രയ്ക്ക് ഒരു വ്യത്യാസമേ വരുന്നുള്ളൂ. ആ എഫക്റ്റിൽ കൈ ഇടിച്ചിട്ടുണ്ട്. അത് അറിഞ്ഞോ അറിയാതെയോ എന്നൊന്നുമല്ല. അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അവൻ അവിടെ കാണിച്ച ആക്റ്റിൽ അവനറിയാം ആ പാൽ കൂടെ ചേർത്ത്. ഇവൻ ബുദ്ധി പഠിച്ചു കൂടിയവനാണ്. ഈ നെവിൻ ബുദ്ധി കൂടിയവനാണ്. കുരുട്ടുബുദ്ധിക്ക് കയ്യും കാലും വെച്ചവനാണ്. അഹങ്കാരിയാണ്. ഇവനറിയാം ആ പാലിന്റെ വിഷയമേ വരത്തുള്ളായിരിക്കും. പാലെറിയുമ്പോ എന്റെ കൈ കൊണ്ടെന്നങ്ങ് പറഞ്ഞാൽ പോരെ. എന്തായാലും എനിക്ക് തോന്നുന്നത് ഷാനവാസിന് നല്ലൊരു ഇടി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഷാനവാസ് ഒരിക്കലും ഇവിടെ പിടിച്ചുകൊണ്ട് ഇരിക്കത്തില്ല. ഷാനവാസ് ഇനി ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു കഴിയുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് ഷാനവാസ് തന്നെ പറയും ഇടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും ബിഗ് ബോസ് അത് സൂം ചെയ്തൊന്നും നമ്മളെ കാണിച്ചിട്ടില്ല. കാരണം മറ്റുള്ള സീസണുകളിൽ ഇങ്ങനെ വിഷയം ഉണ്ടായി, അത് വെളിയിലൊക്കെ വലിയ ചർച്ചയായി, ബിഗ് ബോസിനെ വരെ ചോദ്യം ചെയ്യുന്ന രീതിയിലൊക്കെ ആയി, അത് വലിയൊരു വിഷയത്തിലേക്കൊക്കെ വന്നായിരുന്നു. എന്നുവെച്ചാൽ ഈ സിജോയുടെയും റോക്കിയുടെയും വിഷയം. അതുകൊണ്ടാണ് ഇവർ സൂം ചെയ്ത് കാണിക്കായിരുന്നത്. പക്ഷെ അവർക്ക് കൃത്യമായിട്ട് അത് അറിയാൻ പറ്റും എങ്ങനെയാണ് ഇത് സംഭവിച്ചെന്നുള്ളത്. അതുകൊണ്ടാണല്ലോ നെവിനെ വിളിച്ച് കൺസെഷൻ റൂമിൽ വിളിച്ചിട്ട് പറഞ്ഞത് ഷാനവാസ് വന്നതിന് ശേഷം കുറെ കൂടുതൽ സംസാരിക്കാനുണ്ട് എന്നുള്ളത്. നിങ്ങൾ എന്തോന്ന് സംസാരിക്കാനാണ്? നിങ്ങൾ സംസാരിച്ചാണല്ലോ ഇത്രയും ആക്കി വെച്ചത്. വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് ഈ പറയുന്ന നെവിൻ കാണിക്കുന്ന തെമ്മാടിത്തരത്തിനെല്ലാം കൂട്ടുനിന്നിട്ട്, അതുപോലെ തന്നെ നെവിൻ അവിടെ ചെയ്യുന്ന ഒരു കാര്യത്തിനും നെവിനെ വാൺ ചെയ്യാതെ നെവിനെ ഇങ്ങനെ ചോറൂട്ടി വളർത്തി വിട്ടത് ഈ ബിഗ് ബോസ് അല്ലേ? നിങ്ങൾക്ക് ഇനി എന്താണ് സംസാരിക്കാനുള്ളത്? നിങ്ങൾ കൂടി വന്നാൽ എന്ത് ചെയ്യും? ഇപ്പൊ ഷാനവാസ് അകത്ത് കയറുവാണെങ്കിൽ ഷാനവാസിനെയും നെവിനെയും കൂടെ വെച്ച് സംസാരിപ്പിക്കും. എന്നിട്ടൊരു കോംപ്രമൈസിൽ നിങ്ങൾ ഇറക്കി വിടും. ഇതൊക്കെ നിങ്ങളുടെ തന്ത്രങ്ങളാണെന്ന് നമുക്ക് എന്തായാലും കൃത്യമായിട്ട് നമുക്കറിയാം. നിങ്ങൾക്ക് അവിടെ കണ്ടന്റാണ് ആവശ്യം, പക്ഷെ അവിടെ ഒരു ജീവനാണ്. ഇനി ഇവൻ പലരെയും അങ്ങനെ ചെയ്യത്തില്ലെന്ന് ആര് കണ്ടു? ഇനിയും അവൻ ചെയ്യും. അവന്റെ മാനസികാവസ്ഥ അങ്ങനെയാണ്. അപ്പൊ അവിടെ എന്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ അവൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇടിച്ചത്. ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ അവൻ കുരുട്ടുബുദ്ധി പഠിച്ചവനാണ്. അവനറിയാം ആ പാലിന്റെ ഇത് എറിയുമ്പോൾ, അതും ഇത്ര ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. അപ്പൊ ആ പാലിന്റെ ഇത് എറിയുമ്പോൾ ഉറപ്പായിട്ടും കൈ കൊള്ളുമെന്നുള്ളത് അവന് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്താണ്. എന്നിട്ട് അവനൊന്നും അറിയാത്ത പോലെ ഡ്രാമയാണെന്ന് പറയുന്നു. ഈ ആര്യനും അക്ബറും നെവിനും കൂടി സംസാരിക്കുമ്പോൾ ഇവര് പറയുകയാണ് ഇത് ഡ്രാമയാണ് എന്നുള്ളത്. ഒരാൾ അവിടെ വീണ് കിടക്കുകയാണ്, വെള്ളം താന്ന് പറയുന്നുണ്ട് ഷാനവാസ്. അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇത് നമ്മളെ വെച്ച് ആലോചിക്കുക, അവിടെ അപ്പൊ എന്തായിരിക്കും സംഭവിച്ചത്? ഒരു അറ്റാക്ക് വന്ന മനുഷ്യനാണെന്നാണ് പറയുന്നത്. അപ്പൊ പെട്ടെന്ന് എനിക്ക് വേണ്ടി വെള്ളം താന്ന് പറഞ്ഞാൽ ഷാനവാസിനെ പോലെ അവിടെ വീഴണമെങ്കിൽ തന്നെ ഷാനവാസിന് അത്രയും എഫക്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പാവ ടാസ്കില് നമ്മൾ കണ്ടതാണ്. പാവ ടാസ്കിൽ അവിടെ നിൽക്കുമ്പം ഈ പറയുന്ന സാബുമാനോട് ഈ പറയുന്ന ഷാനവാസ് പറയുന്നുണ്ട്, എനിക്ക് കൈ ഇങ്ങനെ എങ്ങാനും മുട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാണ്, അതുകൊണ്ടാണ് ഞാൻ അധികം ഗെയിം കളിക്കാൻ മുന്നോട്ട് വരാത്തത്. അതുകൊണ്ട് തന്നെ ഷാനവാസ് മാറി നിന്നതും അതിൽ നിന്നും. ഓക്കെ, ഈ നെവിൻ അവിടെ കാണിച്ചെന്തുവാ? എല്ലാവർക്കും ഉള്ള ഫുഡ് എടുത്ത് ഇവന്റെ കച്ചത്തിലോട്ട് വെക്കാൻ ഇവന്റെ അമ്മായപ്പന്റെ ആണ് ബിഗ് ബോസ് ഹൗസ്. അപ്പം അത് ഷാനവാസ് എടുക്കാൻ പോയി. അത് കാണിക്കുന്നത് അവനെന്താ ഏകാധിപതിയായിട്ട് അവിടെ ഏകാധിപത്യം സ്ഥാപിക്കാൻ നോക്കുമ്പോൾ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ അതിനെ ചോദ്യം ചെയ്ത് അതിനെ പിടിച്ചു വലിച്ചതാണ് ഈ പറഞ്ഞ ഷാനവാസ്. അപ്പോഴാണ് ഇവനിലെ ക്രിമിനൽ ഉണർന്നത്. ഇവൻ ക്രിമിനൽ ആണല്ലോ. ഇവർ 3 പേരും അവിടെ ഏറ്റവും വലിയ ഗുണ്ടകളാണല്ലോ. ഈ ഗുണ്ടായിസം കാണിച്ച് ബിഗ് ബോസ് ഹൗസിനെ നിയന്ത്രിക്കുന്നവർ. ഇവർക്കെല്ലാം നേതാക്കന്മാരൊക്കെ വെളിയിലുണ്ടെന്നാണ് പറയുന്നത്. ബിഗ് ബോസിൽ തന്നെ വെളിയിലുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. അപ്പൊ അത് ശരിയായിരിക്കുമല്ലോ. അല്ലെങ്കിൽ എന്ത് ധൈര്യത്തിലാണ് ഇവന്മാർ ഇതൊക്കെ ചെയ്യുന്നത്? ഇവരെ ഏതെങ്കിലും കാര്യത്തിൽ ചോദ്യം ചെയ്തതായിട്ട് നിങ്ങൾ ഏതെങ്കിലും എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടോ? ബിഗ് ബോസ് വാണിംഗ് കൊടുക്കുന്നതായിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇപ്പോഴല്ലേ. അനിമോളാണെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വെളിയിൽ ആളുണ്ടെന്നും ഇവർ കാണിക്കുന്ന തെണ്ടിത്തരമൊന്നും ചോദിക്കുന്നില്ലെന്നും നോമിനേഷനിൽ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമല്ലേ ബിഗ് ബോസ് ഒന്ന് ഉണർന്നത്. അത് നമ്മുടെ എല്ലാം കണ്ണിൽ പൊടിയിടാൻ. അതുപോലെ തന്നെ അവൻ ഇന്ന് കാണിച്ചു കൂട്ടിയതോ
ഷാനവാസിനോട് ഇവൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവൻ അത് ചെയ്തിരിക്കുന്നത്, എന്നിട്ട് ന്യായീകരിക്കുന്നു. എന്നിട്ട് അക്ബർ പോയിരുന്നോണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാം ഇപ്പൊ നമ്മുടെ തലയിലോട്ടായല്ലോ, നമ്മൾ ആരും ഒന്നും ചെയ്തില്ലേ എന്നുള്ള രീതിയിൽ. അവനാണ് ഏറ്റവും വലിയ ക്രൂക്കഡ്. ഇവിടെ ഈ നെവിനെ ആണെങ്കിലും ആര്യനെ ആണെങ്കിലും ബൂസ്റ്റ് ചെയ്ത് പിരികേറ്റി വിടുന്നത് ഈ അക്ബറാണ്, ആട്ടിൻ തോലിട്ട ചെന്നായ. എന്നിട്ട് അവൻ ന്യായീകരിക്കും. ലാലേട്ടൻ വരുന്ന എപ്പിസോഡിലും മെഴുകും, ഇവന്മാര് 3 പേരും കൂടെ കിടന്ന് മെഴുകും. ലാലേട്ടൻ അതിന്റെ കൂടെ കിടന്ന് മെഴുകും. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ ഇരിക്കുന്നത് എന്താണ്? സാറ്റർഡേയും സൺഡേയും വന്നിട്ട് ലാലേട്ടൻ ഇപ്പൊ നെവിനെ എടുത്തിട്ട് ഉടുക്കുമെന്ന് നിങ്ങൾക്ക് വല്ല വിചാരമുണ്ടോ? ചുമ്മാതാ, ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ലാലേട്ടനാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ, നെവിനെ എല്ലാവരുടെയും കണ്ണി പോടിയിടുന്ന പോലെ 2-3 വർത്തമാനം പറയും, 2-3 വഴക്ക് പറയും. എന്നിട്ട് ഒരു കോംപ്രമൈസ് ഒക്കെ ഉണ്ടാവും അവിടെ, ഒരു കോംപ്രമൈസ് ചിരിയൊക്കെ നടത്തി സാറങ്ങ് പോവും. ഇതാ നടക്കാൻ പോകുന്നത്. ഇവനെ പുറത്താക്കണം, പുറത്താക്കുകയാണ് വേണ്ടത്. ഇതുപോലൊരു മാനസിക രോഗി അവിടെ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ഇനി കണ്ടന്റ് കിട്ടും എന്ന് പറഞ്ഞ് അവനെ അവിടെ പിടിച്ചു തന്നെ നിർത്താൻ തന്നെ നോക്കത്തുള്ളൂ. ഇവന്റെ അഹങ്കാരം ഇനിയും കൂടും. ഈ 3 പേരും അവിടെ തന്നെ കാണുകയും ചെയ്യും. ഈ 3 പേരും കൂടെ ചേർന്ന് അവിടെ ഇനി 3 പെണ്ണുങ്ങളുണ്ട്, ആദില, നൂറ, അനുമോള്. ഇതിനകത്ത് അനുമോളെ ആർക്കും എന്തും ചെയ്യാം, കൊട്ടാം എന്നുള്ള രീതിയിലാണല്ലോ ബിഗ് ബോസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അവിടെ കാണിച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത അറ്റാക്ക് നിങ്ങൾ നോക്കിക്കോ, ഇവർ 3 പേരിൽ ഒരാൾ അനുമോളെ ശരിക്കും അറ്റാക്ക് ചെയ്യും, ഫിസിക്കലായിട്ട് അറ്റാക്ക് ചെയ്യും. ഇന്ന് തന്നെ ഈ വിഷയം നടന്നപ്പോൾ തന്നെ ആര്യൻ അനുമോളെ അടിക്കുന്നുണ്ട്. ആ സൗണ്ട് നമുക്ക് കൃത്യമായിട്ട് കേൾക്കാം. അവിടെ ആദിലയും നൂറയും അവനുമായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. ഇന്ന് എപ്പിസോഡിലും അത് കണ്ടതാണ്. അപ്പോഴും അപ്പൊ എല്ലാവരും ചോദിക്കും അനുമോൾ എന്തുകൊണ്ടാണ് കംപ്ലൈന്റ് ചെയ്യാതിരുന്നത് അല്ലേ? അനുമോൾക്കറിയാം കംപ്ലൈന്റ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല എന്ന് വെച്ചാൽ പിടിപാട് മൊത്തം യുവമാർക്കുണ്ട്. യുവമാർ കംപ്ലൈന്റ് ചെയ്താലും യുവമാർ അവിടെ കിടന്ന് മെഴുകും. ആ മെഴുകലിന്റെ കൂട്ടത്തിൽ ഈ പറയുന്ന ബിഗ് ബോസും മെഴുകും. സൺഡേ വന്നിട്ട് ലാലേട്ടൻ പറയും, നിങ്ങൾ കീഴിൽ പോയി നിന്നുകൊണ്ടല്ലേ അടിച്ചതെന്ന് ചോദിക്കും. ഇതേക്കുള്ളൊന്നും ഇല്ല. അപ്പം അനുമോളെ തന്നെ എടുത്തിട്ട് കൊടുക്കുന്ന അനുമോൾക്കറിയാം എത്രമാത്രം അനുമോൾ അവിടെ സഹിച്ചു നിൽക്കുന്നുണ്ട്. പറയുമ്പം പി ആർ ഒരു പെണ്ണിനെ ഇട്ട് തലങ്ങും വിലങ്ങും ആക്രമിക്കുമ്പോൾ അത് കണ്ടിട്ട് ചില പെണ്ണുങ്ങളും ഉണ്ട്, അതാണ് രസം, ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങോട്ട് മാറി നിന്നാ പോരെ, ഇങ്ങോട്ട് എടുത്താൽ പോരെ, നിന്നാ പോരെ എന്ന് പറഞ്ഞിട്ട്. അപ്പം അനുമോൾക്കറിയാം ഇത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ടാണ് അനുമോൾ അവിടെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും നിൽക്കുന്നത്. അത് പറയുന്നുണ്ട്, എൻ്റെ അച്ഛന്റെ കാര്യങ്ങള്, വീട്ടിലെ വിഷയങ്ങള് നമുക്കറിയത്തില്ല, പല വിഷയങ്ങളുണ്ടായിരിക്കും, കടങ്ങളുണ്ടായിരിക്കും. ഇതെല്ലാം ചിലപ്പോൾ ഈ ഒരു ഷോ കൊണ്ട്, ചിലപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ചിലപ്പോൾ രക്ഷപ്പെടാം, എന്റെ കടങ്ങൾ തീർക്കാം, എന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാം എന്നുള്ള ഒരു വിചാരം ഉള്ളതുകൊണ്ടാണ് ആ പെണ്ണ് ഇതെല്ലാം സഹിച്ച് അവിടെ നിൽക്കുന്നത്. അല്ലാതെ റിവ്യൂവർ എന്ന് പറഞ്ഞിട്ട് വന്നിരുന്ന് അവിടെ ഒരു പെണ്ണുങ്ങൾ തന്നെ പെണ്ണിന്റെ ഈ വികാരങ്ങളെ ഒന്നും മനസ്സിലാക്കാതെ, വിചാരങ്ങളെ മനസ്സിലാക്കാതെ ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞിരുന്നുകൊണ്ട് റിവ്യൂ ചെയ്യുന്ന കുറെ എണ്ണം. നീയൊക്കെ സ്വന്തമായിട്ട് കണ്ണാടി നോക്കിയിട്ട് നീ തന്നെ ചോദിക്കുക, നിങ്ങൾ തന്നെ ചോദിക്കുക, നിങ്ങൾ ചെയ്യുന്നത് ഇത് ശരിയാണോ എന്നുള്ളത്. വേറൊന്നും നമ്മൾ പറയുന്നില്ല, സപ്പോർട്ട് ചെയ്യണമെന്നും പറയുന്നില്ല, സപ്പോർട്ട് ചെയ്യേണ്ടെന്നും പറയുന്നില്ല. പക്ഷെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുകൂടെ? കള്ളത്തരം പറയാതെ കൃത്യമായിട്ട് പറഞ്ഞുകൂടെ? ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു, രാജ് ടോക്സിലെ നമ്മുടെ രാജണ്ണൻ കൃത്യമായിട്ട് രാജ് ടോക്സിലെ രാജണ്ണൻ ചോദിക്കുന്നുണ്ട്. രാജണ്ണനെ കുറിച്ച് പറയുമ്പം രാജണ്ണന് കേസുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്ന് വെച്ചാൽ ഒരേ വിഷയങ്ങൾ തന്നെ പിന്നെയും അത് ആവർത്തിച്ച് എന്തോ ഒരു കിളിപോയ പോലൊക്കെ സംസാരിക്കുന്നു. അതിൻ്റെ അകത്ത് രാജണ്ണൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരേ വിഷയം തന്നെ ഇവരെന്തിനാണ് പിന്നെയും എടുത്ത് സംസാരിക്കുന്നതെന്ന്. എന്നിട്ട് അവർ പറയുവാണ് രാജണ്ണന് കേസുണ്ട്, ഇത്രയും കേസുണ്ട്, ബിഗ് ബോസ് പൂട്ടിച്ചു, എടുപ്പിച്ചു എന്നൊക്കെ. ചുമ്മാതെ രാജണ്ണൻ അതിനകത്ത് വെല്ലുവിളിച്ചല്ലോ. ആ വെല്ലുവിളിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ, ഏത് രീതിയിലാണ് വെല്ലുവിളിച്ചതെന്ന് കേട്ട് കഴിഞ്ഞാൽ പറയാമല്ലോ, അതിനുള്ള മറുപടി പറയണം, ആ വെല്ലുവിളി ഏറ്റെടുക്കണം, എന്നിട്ട് തെളിവ് കാണിക്കണം എവിടെയാണ് രാജണ്ണന് കേസുള്ളതെന്നുള്ളത്. ഈ രാജണ്ണൻ പറഞ്ഞ രാജ് ടോക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. രാജ് ടോക്സിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയും അതൊരു PR ചാനലാണെന്ന്. എവിടെയാണ് PR ചാനല്? പുള്ളി 50 ദിവസം കഴിയുമ്പോൾ എല്ലാ സീസണിലും അങ്ങനെയാണ്. പുള്ളി ഒരാളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ ആ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരിക്കലും അവരുടെ നെഗറ്റീവിനെ എടുത്ത് പോസിറ്റീവ് ആക്കാൻ നിന്നിട്ടില്ല. നെഗറ്റീവ് ചെയ്താൽ അത് നെഗറ്റീവാന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സീസണിലും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ അനുമോളെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന്. നെഞ്ചു വിരിച്ചു എന്ന് പറയുന്നുണ്ട് അവിടെ, അനുമോളെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അനുമോൾ ചെയ്യുന്നത് എല്ലാം ഞാൻ തെറ്റ് ചെയ്താൽ തെറ്റെന്ന് ഞാൻ പറയുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ടല്ലോ. പറഞ്ഞിട്ടാണ് റിവ്യൂ ചെയ്യുന്നത്. മറ്റുള്ളവരെ പോലെ എനിക്ക് അവിടെ പിടിപാടുണ്ട്, ഇവിടെ പിടിപാടുണ്ടെന്ന് പറഞ്ഞ് അവര് പറയുന്നതും കേട്ട്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അതും വാങ്ങിച്ച് കീശയിൽ ഇട്ടിട്ട് നെഗറ്റീവിനെ മൊത്തം പോസിറ്റീവ് ആക്കിയിട്ടൊന്നും സംസാരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ രാജ് ടോക്സ് കൃത്യമായിട്ട് വെല്ലുവിളിച്ചിട്ടുണ്ട്. അതുപോലെ കള്ളത്തരം പറയുന്നത് ഓരോന്നും പൊളിച്ചടുക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ റിവ്യൂ ശ്രദ്ധിച്ചോ? അവരുടെ റിവ്യൂ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ലൈവ് കാണുക, എന്നിട്ട് അവർ റിവ്യൂ കാണുക. ആ റിവ്യൂവിൽ അവർ ലൈവിൽ നടന്നതല്ല അവർ പറയുന്നത്, അതിനെ വളച്ചോടിച്ച് തിരിച്ച് ഗുണിച്ച് ഹരിച്ച് പറഞ്ഞു കളയും. എന്താ ഇവർ ഏത് ലൈവാ കാണുന്നത്? ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? സ്വന്തം മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്കാൻ പറയണം.
ഇത്രയും പറഞ്ഞില്ലേ ശരിയാവത്തില്ല. എന്താന്ന് വെച്ചാൽ ഒരു പെണ്ണിനെ ഇത്രയും ഹരാസ് ചെയ്ത് ഇത്രയും ബുദ്ധിമുട്ടിപ്പിച്ച നെവിനെ ഇന്ന് ഷാനവാസിനെ നെവിൻ തല്ലിക്കഴിഞ്ഞപ്പോഴും അല്ലെങ്കിൽ ഷാനവാസിന് വയ്യാതെ അവിടെ നെവിന്റെ വിഷയത്തിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴും ഷാനവാസ് എന്തിനാണ് ഈ ഇതിൽ ഗെയിമിലേക്ക് വന്നത്? ഈ ഗെയിമിലേക്ക് വന്നത് കൊണ്ടല്ലേ ഇത്രയും ഫിസിക്കലായിട്ടുള്ള ആൾക്കാരെയൊക്കെ എടുക്കുമോ ഈ ബിഗ് ബോസിൽ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ബിഗ് ബോസ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഗെയിമാണ്, ഇത് മെന്റൽ ഗെയിമാണ്. അതാദ്യം മനസ്സിലാക്കുക. അതിനകത്ത് ഫിസിക്കൽ ടാസ്കുകൾ ഉണ്ടാവും. വയ്യാത്തവരാണെങ്കിൽ മാറി നിൽക്കും, അവർ പറയും എനിക്ക് വയ്യാത്തതാണ്, അവർക്ക് പോയിന്റ് വേണ്ട എന്നേ വിചാരിക്കത്തുള്ളൂ. അല്ലാതെ ഇതൊരു ഫിസിക്കൽ ഗെയിം മാത്രം കൊണ്ട് ജയിക്കുന്ന ആൾക്കാരൊന്നും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഫിസിക്കൽ ഗെയിം കളിച്ച് ജയിച്ച എത്ര പേരുണ്ട് കപ്പ് വാങ്ങിച്ചവര്? ഫിസിക്കൽ ഗെയിം കളിച്ച് എത്ര പേരാണ് ആരാധക വൃന്ദത്തെ ഉണ്ടാക്കിയത്? അപ്പം ഇതൊരു മെന്റൽ ഗെയിമാണ്. ഇത് മെന്റൽ ഗെയിം കളിക്കാനാണ് അകത്തോട്ട് വരുന്നത്. അതിനകത്ത് ഇപ്പൊ നിങ്ങൾക്ക് ഈ അസുഖം ഉണ്ടോ ആ അസുഖം ഉണ്ടോ എന്ന് നോക്കാറില്ല. എന്നുവെച്ചാൽ ഗുസ്തിക്കല്ല വരുന്നത്. അപ്പം പറയുമ്പോഴത്തേക്ക് അയ്യോ ഇങ്ങനെ ഒരാള് ഒക്കെ ബിഗ് ബോസ് എടുക്കുമോ? പിന്നെ ഈ പറയുന്ന ആളാണല്ലോ അവിടെ ബിഗ് ബോസിന് ഓർഡർ കൊടുക്കുന്നത്. ബിഗ് ബോസിന് ഇങ്ങനെയുള്ള ആളെ എടുക്കല്ലേ ബിഗ് ബോസേ, ഇങ്ങനെയുള്ള ആളെ എടുക്കല്ലേ ബിഗ് ബോസേ എന്ന് പറഞ്ഞിട്ട്. ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്നതാണ്, നമ്മളെ കൊണ്ട് പറയിക്കുന്നതാണ്. ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാറുണ്ട്, ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാറുണ്ട്, അനീഷിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാറുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം പറഞ്ഞിട്ട് ചെയ്തോ. ഞാൻ അക്ബറിനെയും ആര്യനെയും നെവിനെയും വെളുപ്പിക്കാം. ഞാൻ വെളുപ്പിക്കാനാണ് വീഡിയോ ചെയ്യുന്നത്. എന്റെ വീഡിയോ ഇഷ്ടമുള്ളവരെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ കാര്യം തീർന്നല്ലോ. ഞാൻ റിവ്യൂവറാണ്, ഞാൻ നിഷ്പക്ഷമായിട്ടേ പറയത്തുള്ളൂ. നിഷ്പക്ഷം. ആ നിഷ്പക്ഷമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ആരും അറിഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞ് ഈ പ്രശ്നമെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വീഡിയോ ഇട്ടേക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അറ്റാക്ക് ആണെന്ന് പറഞ്ഞിട്ട്, ഷാനവാസിന് അറ്റാക്ക് ആണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവരുടെ വീട്ടുകാർക്ക് എത്രമാത്രം ടെൻഷൻ അടിക്കുന്നുണ്ടാവും അവരുടെ വീട്ടുകാരെന്നൊന്ന് ഓർക്കണം. ഇതിപ്പോ അറ്റാക്ക് ആണോ ഇല്ലയോ എന്നുള്ളതൊന്നും നമ്മളോടൊന്നും ആരും പറഞ്ഞിട്ടില്ല, നമുക്കറിയത്തുമില്ല. ബിഗ് ബോസ് പോലും പറഞ്ഞിട്ടില്ല. ചെക്കിങ്ങിന് കൊണ്ടുപോയിട്ടുണ്ടെന്ന് മാത്രമേ പറഞ്ഞു, ചെക്കപ്പിന് കൊണ്ടുപോയിട്ടുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ഇതെങ്ങനെ അറിഞ്ഞു അറ്റാക്ക് ആണെന്നുള്ളത്? അപ്പൊ ഇതെവിടുന്നാണ് ഈ വിവരങ്ങൾ കിട്ടുന്നത്? അപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മോളാണെങ്കിലും ഭാര്യ ആണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ആരും ആയിക്കോട്ടെ, അവരാണെങ്കിൽ കാണുമ്പോൾ അവർക്ക് എത്രമാത്രം സങ്കടം ഉണ്ടാവും, അവർ ഇന്നത്തെ ദിവസം എത്രമാത്രം കരഞ്ഞിരിക്കും. ചുമ്മാ അതങ്ങ് വിളിച്ചു പോവുകയാണ്. ശരി, അങ്ങനെ സംഭവിച്ചെന്നിരിക്കട്ടെ, അതിങ്ങനെയാണോ പറയേണ്ടത്? അപ്പൊ എന്തായാലും നമുക്കറിയാവുന്നത് വെച്ചിട്ട് ബിഗ് ബോസ് പറഞ്ഞേക്കുന്നത് ചെക്കപ്പിന് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ അറ്റാക്ക് ഉണ്ടായെന്നോ ഒന്നും നമുക്കറിയത്തില്ല. പാനിക് അറ്റാക്ക് ആണെന്ന് കുറച്ച് പേര് പറയുന്നു, നമുക്കറിയില്ല അതിനെപ്പറ്റി സത്യാവസ്ഥ. ഇനി നാളെ വന്നു കഴിയുമ്പം ഷാനവാസ് പറയുകയോ അല്ലെങ്കിൽ ബിഗ് ബോസ് പറയുകയോ ചെയ്താൽ മാത്രമേ നമുക്കറിയത്തുള്ളൂ. അപ്പം ഈ മൂന്ന് ഗുണ്ടകൾ ആ വീട്ടിൽ കാണിച്ചു കൂട്ടുന്നത് ആരുടെ ധൈര്യത്തിലാണ് ഇത്രയും കാട്ടിക്കൂട്ടുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവും. സംശയിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം വീക്കെൻഡ് എപ്പിസോഡുകളിലും അതുപോലെ തന്നെ ലൈവിലും എപ്പിസോഡിലും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈ ആര്യനാണെങ്കിലും അക്ബർ ആണെങ്കിലും നെവിൻ ആണെങ്കിലും കാണിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം എടുത്തിട്ട് ഈ ബിഗ് ബോസ് വാൺ ചെയ്തിട്ടുണ്ടോ? ഈ പറഞ്ഞ ലാലേട്ടൻ വന്ന് വാൺ ചെയ്തിട്ടുണ്ടോ? അവരെ ചിരിച്ച് കളിച്ച് സൂചിപ്പിച്ച് വിട്ടിട്ടില്ലേ ഉള്ളൂ. അവരുടെ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നുള്ള രീതിയിൽ ചിരിച്ച് തള്ളി വിട്ടിട്ടല്ലേ ഉള്ളൂ. ഈ പറയുന്ന അനീഷിനെയും ഷാനവാസിനെയും എന്തിനാ കൂടുതൽ പറയുന്നത്, അനുമോളെയും ലക്ഷ്മിയെയും എല്ലാം, ലക്ഷ്മിയെ ഉൾപ്പെടെ കിട്ടിയ അവസരമെല്ലാം മുതലാക്കി അവരെ എന്തെല്ലാം പറഞ്ഞു. അനുമോളെയും ലക്ഷ്മിയും പറഞ്ഞപ്പോൾ എയറിൽ നിന്ന് കറങ്ങുകയായിരുന്നല്ലോ. എയറിൽ നിന്ന് ഇതുവരെ ഇറങ്ങിയിട്ടില്ലല്ലോ ഈ സീസൺ തുടങ്ങിയത്. പിന്നെ അപ്പം ഇതെന്തുകൊണ്ടാണ് ഞാൻ എയറിൽ നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. കോടിക്കണക്കിന് രൂപ നമ്മുടെ കയ്യിൽ കൊണ്ട്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, കോടിക്കണക്കിന് രൂപ നമ്മുടെ കയ്യിൽ കൊണ്ട് തന്നിട്ട് ഈ എത്തിക്സിന് നിരക്കാത്ത കാര്യങ്ങൾ പറയാൻ പറഞ്ഞാൽ അത് പറയത്തില്ല. ഞാൻ അത്രേ പറയത്തുള്ളൂ. കാശ് വലുത്, എനിക്ക് കാശ് തന്നെ വേണമെന്ന് പറഞ്ഞാൽ എന്തും ചെയ്യും, എന്തും പറയും. നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്, പല സാഹചര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ എത്ര രൂപ കൊടുത്താലും അവരുടെ ഒരു എത്തിക്സിൽ നിന്ന് അവർ പുറകോട്ട് പോകത്തില്ല. എനിക്ക് പൈസ വേണ്ട, എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല എന്നേ പറയത്തുള്ളൂ, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലെന്നേ പറയൂ. നമ്മുടെ സമൂഹത്തിലുള്ളതാണ് അങ്ങനെ. അപ്പൊ ഈ പറയുന്നതിനും ചെയ്യുന്നതിനും ഒക്കെ ഒരു എത്തിക്സ് ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും എല്ലാവരും വീക്കെൻഡ് എപ്പിസോഡൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ലാലേട്ടൻ വന്നിട്ട് ഇനി എന്തായിരിക്കും നെവിന്റെ വിഷയത്തിൽ എടുക്കുന്നത്. നെവിന്റെ വിഷയത്തിൽ യാതൊന്നുമില്ല. ആര്യന്റെ വിഷയം തന്നെ. ആര്യൻ ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുന്നു. ആര്യൻ ഇന്ന് നൂറയെ നോക്കിയ നോട്ടം, നൂറയോട് അവന് പാല് വേണമെന്ന് നൂറയോട് അവൻ പറയുകയാണ്. അവന് നൂറയെടുത്ത് ചോദിക്കും അവൻ പാല് തരാമോ എന്ന്. അത് ഞാൻ മൊത്തത്തിൽ പറയുന്നില്ല, പറഞ്ഞാൽ ഇതിൽ കൂടുതൽ നമുക്ക് പറയേണ്ടി വരും. അവന് ഡബിൾ മീനിങ് സംസാരം, അതിനെപ്പറ്റിയൊക്കെ ഇന്ന് ആദിലയും നൂറയും സംസാരിക്കുന്നുണ്ട്. അവൻ ഈ ചൊറിച്ചിലാണ്. അവരെ കടി തീർക്കാൻ മുള്ളുമുരിക്കിലെങ്ങാനും കൊണ്ട് തീർക്കണം. എന്താന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് അവിടെ എങ്ങാനും ബിഗ് ബോസ് ഹൗസിൽ ഒരു മുള്ളുമുരിക്കൂടെ ഉണ്ടാക്കണം ഇവന് കയറി നിൽക്കാൻ. പക്ഷെ അതുമാതിരി ഞാൻ നേരത്തെ എന്റെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ബാക്കിലോട്ട് പോയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. 3 ആഴ്ചകൾക്ക് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവൻ ഈ ഡബിൾ മീനിങ് സംസാരിക്കുന്നത്, ഇവൻ അനുമോളോട് സംസാരിക്കുന്നത്, ഇവൻ പെണ്ണുങ്ങളോട് ബോഡി ടച്ച് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പൊ എല്ലാരും പറയും നമ്മൾ പുരോഗമന ചിന്താഗതി ഇല്ലാത്ത ആൾക്കാരാണെന്ന്. ഈ പുരോഗമന ചിന്താഗതി ഉള്ള ആൾക്കാർ തന്നെയാണ് ഇന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവന്റെ നോട്ടം, ഭാവം, ഇവന്റെ ടച്ചിങ്, ഇവന്റെ ഡബിൾ മീനിങ്, ഇതിനെക്കുറിച്ചെല്ലാം ഇന്ന് ആദിലെ നൂറെ അവിടെ സംസാരിച്ചിട്ടുണ്ട്. ഇവനെ ഞാൻ പറഞ്ഞിട്ട് ഒരു വല്ല മുള്ളുമുരുക്കും അവിടെ കണ്ടുപിടിച്ച് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങളെ വീക്കെൻഡ് എപ്പിസോഡിൽ വലിയ സംഭവങ്ങളൊക്കെ നടക്കും എന്നൊന്നും നിങ്ങൾ ആരും വിചാരിച്ച് വീക്കെൻഡ് എപ്പിസോഡ് കാണാതിരിക്കണ്ട. എനിക്ക് തോന്നുന്നത് ഇത്രയും ദിവസം കണ്ട വീക്കെൻഡ് എപ്പിസോഡിൽ വെച്ച് എനിക്ക് നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് 4-5 ഷൗട്ട്, പിന്നെ ഒരു സൂപ്പീര്, പരിപാടി കഴിഞ്ഞു. പിന്നെ പറയും ഇനി നമ്മൾ ഫൈനലിലേക്ക് അടുക്കുകയാണ്, ഫൈനലിലേക്ക് പോവുകയാണ്, എല്ലാവർക്കും ആശംസ നേർന്നു. ഇത്രേ നടക്കാൻ പോകുന്നുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ ഈ പ്രാവശ്യം എവിക്ഷൻ ഉണ്ടോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. എവിക്ഷൻ ഉണ്ടെങ്കിൽ ഇവനെ എടുത്ത് പുറത്ത് കളയണം, ഇല്ലെങ്കിൽ അക്ബർ, ആര്യൻ, ഈ 3 പേരിൽ ഒരാളാണ് പോകേണ്ടത്. പറയാൻ പറ്റത്തില്ല ഇനിയിപ്പോൾ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. നെവിനെ പുറത്താക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ വീക്കിൽ നെവിനെ ഈ ഒരു വിഷയത്തിൽ ഫിസിക്കൽ അസാൾട്ടിന്റെ പേരിലായിക്കോട്ടെ, അല്ലെങ്കിൽ വോട്ട് കുറഞ്ഞതിന്റെ പേരിലായിക്കോട്ടെ, നെവിനെ പുറത്താക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നു. അങ്ങനെ തോന്നുന്നുള്ളവർ ഇനി കമന്റ് ചെയ്യണം, തോന്നാത്തവരും കമന്റ് ചെയ്യണം. കാരണം കൂടി കമന്റ് ചെയ്താൽ നല്ലതായിരുന്നു. നമുക്കൊന്നും അറിയാൻ പറ്റുമല്ലോ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് എന്നുള്ളത്. എന്റെ ഒരു അഭിപ്രായത്തിൽ നെവിനെ തഴയിത്താൽ ആദ്യമേ വന്നിട്ട് നമ്മളെല്ലാം കണ്ണിൽ പൊടിയിടാൻ വേണ്ടി 4-5 ഷൗട്ട് ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരിതുണ്ട്, അവിടെ വന്നിട്ട് എല്ലാ പ്രാവശ്യവും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടായിരുന്നോ, അവിടെ എന്താണ് സംഭവിച്ചത്? അനീഷ് പറയൂ, അക്ബർ പറയൂ, മറ്റയാൾ പറയൂ, മറിച്ചവർ പറയൂ. ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇതെല്ലാരും കണ്ടു കഴിഞ്ഞു, ലോകം മൊത്തം കണ്ടു കഴിഞ്ഞു, ബിഗ് ബോസ് ഷോ ഇഷ്ടപ്പെടുന്നവരെല്ലാരും കണ്ടു കഴിഞ്ഞു, അല്ലാത്തവരും കണ്ടു കഴിഞ്ഞു അവിടെ എന്താണ് സംഭവിച്ചതെന്ന്. ഇനി പ്രത്യേകം ഇവരെ കൊണ്ടൊക്കെ വിശദീകരിപ്പിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ കുറച്ചു നേരം സമയം കൊല്ലും, എന്നിട്ട് നെവിനെ വായി വരുന്ന 3-4 വാക്ക് പറയും, എന്നിട്ട് നെവിനോട് ലാസ്റ്റ് പറയും സങ്കടപ്പെടണ്ട, എല്ലാം നല്ലതിനാണെന്ന് പറഞ്ഞ് ഒരു ഇത് കൺഗ്രാറ്റ്സ് പോലുള്ള രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് നെവിനെ ഒന്ന് ആട്ടി തലോടി പോകുന്ന വീക്കെൻഡ് എപ്പിസോഡെ കാണാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ. അതുപോലെ ആര്യന്റെ ഡബിൾ മീനിങ്ങിന്റെ കാര്യം, അതും ഈ പറയുന്നത് പോലെ തന്നെ അതൊക്കെ സിമ്പിൾ ആയിട്ട് അങ്ങ് പോവും. ഇതൊക്കെ നടക്കാൻ പോകുന്നത് വെച്ചാൽ ഇതിന്റെ പിന്നിൽ വലിയ വലിയ കളികളുണ്ട്. പയ്യെ ഇനി പുറത്തോട്ട് വരും. വൻ കളികൾ ഇതിന്റെ പുറകെ നടക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.